വിദേശ മെഡിക്കൽ പഠനം പോലെ തന്നെ വിദേശത്തേക്ക് വെറ്റിനറി പ്രോഗ്രാമിനും റീസെന്റ് ആയിട്ട് സ്റ്റുഡൻസ് പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, MBBS വിദേശത്തേക്ക് പോകുന്നതിന് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതുപോലെ തന്നെ വെറ്റിനറി പ്രോഗ്രാമിനും റൂൾസ് ഉണ്ട്. മേജറായിട്ട് വെറ്റിനറി പ്രോഗ്രാം പുറത്ത് ചെയ്യുമ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലായിരിക്കുക എന്നുള്ളതാണ് മേജറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് ഓപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കൺട്രികളാണ് ഞാൻ നിങ്ങളടുത്ത് വിശദീകരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വെറ്റിനറി പ്രോഗ്രാമിന് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൺട്രിയാണ് ഷെങ്കൻ കൺട്രിയായ ബൾഗേറിയ. ദെൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കൺട്രിയാണ് അസർബൈജാൻ, അതുപോലെ തന്നെ മോൾദോവ, റഷ്യ. ഇതുപോലത്തുള്ള 3-4 കൺട്രികളിലാണ് ഇപ്പോൾ റീസെന്റ് അഫോർഡബിൾ ആയിട്ട്, കാരണം ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം അറൌണ്ട് 40 lakhs വരെ വെറ്റിനറി പ്രോഗ്രാമിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശത്ത് ഒരു ബിലോ 30 lakhs തന്നെ നമുക്ക് വെറ്റിനറി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇപ്പൊ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മൾ VCIയിൽ ലിസ്റ്റഡ് ആണോ, അതുപോലെ തന്നെ മറ്റുള്ള കൺട്രിയിലേക്ക് പോകുമ്പോൾ AVMA അഥവാ അമേരിക്കൻ വെറ്റിനറി മെഡിക്കൽ അസോസിയേഷന്റെ ലിസ്റ്റിലുള്ളതാണോ. ഈ വെറ്റിനറി റിലേറ്റഡ് ആയിട്ട് പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ അറിയാനും അതിന് യൂണിവേഴ്സിറ്റികൾ ഏത്, അതിന്റെ പ്രൊസീജിയർ എന്ത് എന്നറിയാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.